നല്ല മഴയാണ് ഗൈസ്, നല്ല തണുപ്പും. ഞങ്ങൾക്കാണ് ഒരു ആഗ്രഹം ഡ്രീം കേക്ക് കഴിക്കണം. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ കൽപ്പറ്റയിലോട്ട് വിട്ടു. നെസ്റ്റോയിൽ പോയി ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും നോക്കിയിട്ടാണ് ഞങ്ങൾ വന്ന പരിപാടിയിലോട്ട് കിടക്കുന്നത്. എല്ലാ ഗ്രൂപ്പിലും ഉണ്ടാവും, ഗ്രൂപ്പിനുള്ളിൽ ഒരു വേറെ ഗ്രൂപ്പ്. ഇവിടെ ഇവരാണ് ആ ഗ്രൂപ്പ്, ഞാനാണ് ഇവിടുത്തെ ഔട്ട്സൈഡർ ഗൈസ്. ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് കണ്ടു നിൽക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ പോയി ഈ ഡെസേർട്ടിന്റെ സെക്ഷനിലോട്ട്. അവിടെ പോയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നമ്മളതൊന്നും വാങ്ങത്തില്ലല്ലോ. പിന്നെ നമ്മൾ നെസ്റ്റോ മൊത്തത്തിലൊന്ന് കണ്ട് കറങ്ങി വന്നിട്ടാണ് നമ്മുടെ മെയിൻ പരിപാടിയായിട്ടുള്ള ഡ്രീം കേക്ക് വാങ്ങൽ ചടങ്ങിലോട്ട് കിടക്കും. പുറത്ത് നല്ല മഴയായിട്ട് നമ്മളൊരു ചൂട് ചായയും കടിയും കഴിക്കാന്ന് വിചാരിച്ച് നടന്നു. നല്ല കിഡിലും ചായയും കടിയും കിട്ടുന്ന അടിപൊളി സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞ് അരുണിമയാണ് നമ്മളെ ഗൈഡ് ചെയ്തത്. 1/2 കിലോമീറ്ററോളം നടന്നതിന് ശേഷമാണ് നമ്മൾ ആ സത്യം മനസ്സിലാക്കുന്നത്, അവിടെ ഇപ്പോൾ ഓപ്പൺ അല്ല ഗൈസ്. സോ നമ്മൾ അധിക നേരം ചിന്തിച്ചു നിന്നില്ല, എന്നത്തെയും പോലെ നമ്മുടെ സ്ഥിരം സ്പോട്ടിൽ പോയി ചായയും കടിയും കഴിച്ചു. പിന്നെ അങ്ങോട്ടൊരു നടത്തായിരുന്നു ഹോസ്റ്റലിലോട്ട്. ചില സമയങ്ങളിൽ ഞാൻ ഈ ഭൂമിയിൽ എക്സിസ്റ്റിംഗ് ആണോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. അമ്മാതിരി അവോയ്ഡിങ് ആയിരുന്നു ഇവര്. സോ എന്നെ പോലെ ഇങ്ങനെ ഗ്രൂപ്പിനുള്ളിലെ ഗ്രൂപ്പിസത്തിൽ സഫർ ചെയ്യുന്ന പീപ്പിളിനോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് നമ്മളെ ഉള്ളൂ, നമ്മൾ ഈ ഭൂമിയിലോട്ട് ഒറ്റയ്ക്കാ വന്നേന്നൊക്കെ ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ടേക്ക് ഇറ്റ് ഈസി. അങ്ങനെ പോണ വഴിയിൽ നമ്മൾ കാപ്പിത്തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെ ഒരു പുഴ ഒഴുകുന്ന കണ്ടു. അപ്പൊ ഈ പിള്ളേർക്ക് അതും എക്സ്പ്ലോർ ചെയ്യണം. സംഭവം നമ്മൾ ആ സ്പോട്ട് പുറമേന്ന് കണ്ടതിനേക്കാളും അടിപൊളിയായിരുന്നു. ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ. കാര്യങ്ങൾ ഇങ്ങനെ സമാധാനപരമായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് കണ്ണി കണ്ട കാടും മലയും ചാടിക്കടന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കുറച്ച് അട്ടേനെ കിട്ടുന്നത്. അതല്ലേലും അങ്ങനെയാണ് ഗൈസ്, നമുക്ക് നല്ലൊരു പീസ്ഫുൾ ലൈഫ് വേണമെങ്കിൽ നമ്മൾ എന്തിനേലൊക്കെ സഫർ ചെയ്തിരിക്കണം, അല്ലാത്ത പക്ഷം നമുക്കത് കിട്ടില്ല എന്നാണ് ആരോ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ ദിവസം ഡ്രീം കേക്കും കഴിച്ച് ഞങ്ങൾ ഹാപ്പിയാണ്.